ഏബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് താൻ ഒരു ഗൊറില്ല ആണെന്ന് വരെ പറഞ്ഞ് പരിഹസിച്ച നേതാവാണ് എഡ്വിൻ എം സ്റ്റാൻടൺ. ഏബ്രഹാം ലിങ്കനെ ഇത്രയും പരിഹസിച്ച ഒരു നേതാവില്ല. ഏബ്രഹാം ലിങ്കൺ ഒരു കോമാളിയാണെന്നും വിഷം നിറഞ്ഞ ദുഷ്ടമനുഷ്യനാണെന്നും ഒക്കെ പറഞ്ഞ് തന്നെ തോൽപ്പിക്കുവാൻ ആവുന്നത് ചെയ്തു. എന്നാൽ ഏബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡന്റായി. സ്റ്റാൻടനോട് പ്രതികാരം തീർക്കുവാനൊക്കെ പറ്റിയ അവസരം. എന്നാൽ അമേരിക്കക്കാർ എന്നും മാതൃകയാക്കുന്ന ആ പ്രസിഡന്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഏബ്രഹാം ലിങ്കൺ എഡ്വിൻ സ്റ്റാൻടനെ തൻ്റെ സെക്രട്ടറി ഓഫ് വാർ എന്ന പദവി നൽകി. സ്റ്റാൻടൺ ഏറ്റവും പ്രാഗൽഭ്യത്തോടെ അമേരിക്കയുടെ മിലിറ്ററിയെ നയിച്ചു. സ്റ്റാൻടൺ ഏബ്രഹാം ലിങ്കനെ ബഹുമാനത്തോടെ നോക്കുവാൻ തുടങ്ങി. സ്റ്റാൻടൻ്റെ എല്ലാ കഴിവുകളും ഏബ്രഹാം ലിങ്കൺ ഉപയോഗിച്ചു. തനിക്കെതിരെ നിന്ന സ്റ്റാൻടൻ്റെ കഴിവുകളെ അമേരിക്കയുടെ ശത്രുക്കൾക്കെതിരെ ഏബ്രഹാം ലിങ്കൺ ഉപയോഗിച്ചു. ഏബ്രഹാം ലിങ്കനൊപ്പം ഇത്രയും അടുത്തു ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനില്ല. 1865 ഏപ്രിൽ 14 അമേരിക്കയുടെ 16ാം പ്രസിഡന്റായിരുന്ന ഏബ്രഹാം ലിങ്കൺ വെടിയേറ്റു മരിച്ചപ്പോൾ ഘാതകനെ പിടിക്കുവാൻ തന്ത്രം മെനഞ്ഞത് സ്റ്റാൻടൺ ആയിരുന്നു. ഏബ്രഹാം ലിങ്കന്റെ ശവസംസ്കാര ദിവസം സ്റ്റാൻടൺ പറഞ്ഞ വാക്കുകളാണ്: മനുഷ്യന്റെ ചരിത്രത്തിൽ വെച്ചും ഏറ്റവും നന്മയുള്ള നേതാവാണ് നമുക്കിന്ന് നഷ്ടമായത്. അധികാരം കിട്ടിക്കഴിയുമ്പോൾ എതിരു നിന്നവരെ ഉന്മൂലനം ചെയ്യുക എന്നത് മാനുഷികമായി കണ്ടുവരുന്ന പ്രവണതയാണ്. ആ വ്യക്തി പിന്നെ തല ഉയർത്താതെ വണ്ണം അവരെ ഇല്ലാതാക്കുക, ഉപദ്രവിക്കുക എന്നത് ആത്മീയ ഗോളത്തിലും രാഷ്ട്രീയ മേഖലയിലും നാം സാധാരണയായി കാണുന്നതാണ്. പിൻഗാമികളെ അന്ധരാക്കി കൂടെ നിർത്തുക, ശത്രുക്കളെ വെട്ടിനിർത്തുക എന്നത് എല്ലാ മേഖലയിലും നിലനിൽപ്പിനായി മനുഷ്യർ കാലാകാലങ്ങളായി ചെയ്തു വരുന്നു. എന്നാൽ ശത്രുക്കളോട് പൊറുക്കുമ്പോൾ, അവരെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ദൈവിക സമാധാനം നാം അനുഭവിച്ചു തുടങ്ങുന്നത്. ശത്രുവിനെ ഇല്ലാതാക്കുന്നത് ശത്രുവിനെ നശിപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് ശത്രുവിനെ സ്നേഹിച്ചുകൊണ്ടാണ്. ചില സമയങ്ങളിൽ നാം കൊടുക്കുന്ന അവസരങ്ങളും അവർ ആവർത്തിച്ച് നമ്മെ തകർക്കുവാൻ തുടങ്ങും എന്നതാണ് നമ്മെ വീണ്ടും തകർക്കുന്ന യാഥാർത്ഥ്യം. അവർ വീണ്ടും നമ്മുടെ വിശ്വാസം കൈപ്പറ്റി ആ പഴയ സ്വഭാവം ആവർത്തിക്കും. നാം ബുദ്ധിയുള്ളവർ ആയിരിക്കണം. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും അതേസമയം പ്രാവിനെ പോലെ നിഷ്കളങ്കരുമാകുവാൻ നമുക്കാകണം. മുറിവുകൾ വരാതിരിക്കുവാനും ആവർത്തിക്കാതിരിക്കുവാനും അതേസമയം നിഷ്കളങ്കത്വം നിലനിർത്തുവാനുമുള്ള ബാലൻസ് നാം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തണം. എന്നാൽ മനുഷ്യർ ചെയ്യുന്നത് പ്രതികാരം തീർക്കുക എന്ന നീചമായ പ്രവൃത്തിയാണ്. അവരുടെ സിംഹാസനം നിലനിർത്തുവാൻ അതിന് ഭീഷണിയായി നിൽക്കുന്ന സകലത്തെയും തകർക്കുന്നവരുടെ ആ സിംഹാസനം തനിയെ ഒരിക്കൽ താഴെ വീഴും. അവർ എടുക്കുന്ന വാളാൽ അവർ തന്നെ ഒരിക്കൽ മുറിയപ്പെടും. അവർ ഉയർത്തുന്ന കഴുമരങ്ങൾ നാളെ അവർക്ക് തന്നെ ഒരു വിനയായിത്തീരും. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങളിൽ നിഷ്കളങ്കമായും നിസ്വാർത്ഥമായും അതേസമയം ബുദ്ധിയോടെയും നിലകൊള്ളുവാൻ നമുക്കാകണം. പ്രതികാരം മുഴുവനും അതാതിൻ്റെ സമയം ദൈവിക നീതി പ്രകാരം ദൈവം ചെയ്തുകൊള്ളും. കൂട്ടുകാരനെ സ്നേഹിക്കായെന്നും ശത്രുവിനെ പകയ്ക്കായെന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ.